രണ്ടാമത് മഴ പെയ്തപ്പോൾ ഫിദ എവിടെയായിരുന്നു? സർ, ഇടയ്ക്ക് ഞാനൊന്ന് സ്മോക്ക് ചെയ്തുകൊണ്ട് അല്പം നടന്നായിരുന്നു. മഴയത്തോ? അല്ല, മഴയ്ക്ക് മുമ്പ്. പിന്നെ മഴ പെയ്തപ്പോൾ ഞാനൊരു കോട്ടേജിന് മുന്നിൽ കയറിയിരുന്നു. ഏത് കോട്ടേജിന്റെ? അതറിയില്ല. ഓക്യുപ്പൈഡ് അല്ലാത്തൊരു കോട്ടേജ് ആയിരുന്നു തോന്നുന്നു. സാം എന്തിനാ ഷൈനിയെ കൊന്നത്? എങ്ങനെയാ കൊന്നത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല. മെറിൻ ഷൈനിക്ക് 5 ലക്ഷം രൂപ കൊടുത്തത് നിങ്ങൾക്കറിയാമായിരുന്നു? ഇല്ല സർ, സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. ഇച്ചായൻ അറിയത്തില്ല. ഉറപ്പാണോ? ആ, ഉറപ്പാ. മെറിന്റെ ഫോണിങ് എടുത്തേ. മെറിന്റെ അക്കൗണ്ടിൽ നിന്ന് 1000 റുപ്പീസ് ഷൈനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേ ഇപ്പൊ തന്നെ. സാം, ഷൈനി മരിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെ ആയിരുന്നു? ഞാൻ എൻ്റെ മുറിയിൽ മെറിനോടൊപ്പം. സർ ചോദിച്ചു നോക്ക്. ഇച്ചായൻ എൻ്റെ കൂടെ ആയിരുന്നു. യു ഡു ദ ട്രാൻസ്ഫർ. അത് നിങ്ങളുടെ ഭാര്യയുടെ വിശ്വാസം. ആ ഹട്ടിൽ നിന്ന് 9:12 പുറപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ മുറിയിലെത്തുന്നത് 9:30. അതായത് ഹട്ടിൽ നിന്ന് നിങ്ങളുടെ മുറിയിലെത്താൻ 18 മിനിറ്റ്. ആ 18 മിനിറ്റ് നിങ്ങൾ എവിടെ ആയിരുന്നു? കണ്ടോ, മെറിൻ ചെയ്ത ഫണ്ട് ട്രാൻസ്ഫറിന്റെ നോട്ടിഫിക്കേഷൻ സാമിന്റെ ഫോണിൽ. നിങ്ങളുടെ ജോയിന്റ് അക്കൗണ്ട് ആണോ? അല്ല. എന്നാൽ നിങ്ങൾ അറിയാതെ സാം അത് ജോയിന്റ് അക്കൗണ്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഷൈനിക്ക് മെറിൻ കാശ് കൊടുത്ത സാം അറിഞ്ഞു അല്ലേ? ആരാണ് ഈ അഡ്വക്കേറ്റ് ജയപ്രകാശ്? മെറിൻ അറിയാമായല്ലേ? ഇച്ചായന്റെ ക്ലോസ് ഫ്രണ്ടാ. ക്രിമിനൽ ലോയർ. സാമിന് എന്താ രാത്രി അയാളുമായിട്ടൊരു ഇടപാട്? 9:35 അയാളുടെ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, കോൾ മീ ഇൻ വാട്സ്ആപ്പ് ഇഫ് റിക്വയർഡ്. ആ, അത് പിന്നെ ബാങ്കിലെ തിരിമറി പ്രശ്നമായപ്പോഴേ ഞാനൊന്ന് ലീഗൽ സൈഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. അഭ്യാസം ഇറക്കണം. നീ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും അല്ലല്ലോ. മാത്രമല്ല, നീ വക്കീലിനെ വിളിക്കുന്നതിന് മുമ്പ് എല്ലാം ഓക്കെ ആയെന്ന് പറഞ്ഞ ചെമ്മീൻ ജോസിന്റെ ഒരു മെസ്സേജ് നിനക്ക് വന്നിട്ടില്ലേ? സാമേ, ഇനി നീ കൂടുതൽ നുണകളിലേക്ക് പോകണ്ട. അല്പം മുമ്പ് ഇവിടെ ഇരുന്ന് നിന്റെ മൊബൈലിൽ ഞാൻ ചാറ്റ് ചെയ്ത് നിന്റെ വക്കീലിനോടാണ്. ഞാനത് വായിക്കാം. വക്കീലിന്റെ കോൾ മീ ഇഫ് റിക്വയർഡിന് ഞാനൊരു മറുപടി അയച്ചു. പോലീസുകാർ ഇവിടെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അഡ്വക്കേറ്റ്, വിളിക്കാൻ പറ്റുമോ? ഞാൻ സുരക്ഷിതമല്ല. പോലീസുകാർ ഇവിടെ CCTV പരിശോധിക്കുകയാണ്. അഡ്വക്കേറ്റ്, വ്യൂ പോയിന്റിൽ ക്യാമറ ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ അതെ, പക്ഷെ റിസോർട്ടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ക്യാമറകളുണ്ട്. അഡ്വക്കേറ്റ്, നിനക്ക് വേണ്ടത് ആലിബൈ ആണ്. അതുകൊണ്ടാണ് നിന്നോട് മുറിയിൽ പോയി ഭാര്യയുടെ കൂടെ ഇരിക്കാൻ പറഞ്ഞത്. നാളെ ഞാനങ്ങ് വരാം. ഈ ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തേക്കണം. പേടിക്കണ്ട, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. ബൈ. ഇനി പറ, എന്താ സംഭവിച്ചത്? എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. ഇനിയും അഭ്യാസം ഇറക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ. വേണ്ട സർ, ഞാൻ പറയാം. മെറിൻ ഷൈനിക്ക് 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത മെസ്സേജ് കണ്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. പലപ്പോഴായിട്ട് മെറിൻ്റെ കയ്യിൽ നിന്ന് ഷൈനി കാശ് മേടിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു തുക ആദ്യമായിട്ടാണ്. ഇതിനെക്കുറിച്ച് മെറിനോട് സംസാരിക്കാനായി ഞാൻ കോട്ടേജിൽ പോയപ്പോഴാണ് ഷൈനിയുടെ കോട്ടേജിൽ നിന്ന് ആനിയും തൊട്ടുപുറകെ ഷൈനിയും പോകുന്നത് കണ്ടത്. ഈ രാത്രിയിൽ ഇത്രയും വലിയൊരു തുക
എന്നോട് പോലും ചോദിക്കാതെ മെറിൻ ഷൈനി കൊടുത്തതിൽ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. കാര്യങ്ങൾ ഷൈനിയോട് തന്നെ ചോദിച്ചറിയാൻ ഞാൻ ഷൈനിയുടെ പുറകെ പോയി. ഷൈനി എന്തൊക്കെയാണ് നടക്കുന്നേ? നിനക്കെന്തിനാ മെറിൻ കാശെന്നേ? അത് അവളോട് പോയി ചോദിക്കേ. എന്ത് കാര്യത്തിനായാലും ശരി, എനിക്ക് ആ കാശ് നീ ഇപ്പൊ തന്നെ തിരിച്ചിടണം. എനിക്കിപ്പോ സൗകര്യമില്ല. നീ കൊണ്ട് കേസ് കൊടുക്ക്. പലപ്പോഴായിട്ട് നീ അവളെ പറ്റിച്ച് കാശ് മേടിക്കുന്ന കാര്യം എനിക്കറിയാം. ഇനി അത് പറ്റിയല്ല. മര്യാദക്ക് ആ കാശ് തിരിച്ചു തന്നോ. രൂപ 1, 2 ഒന്നല്ല 5 ലക്ഷം നീ അവളെ വെറുതെ അല്ല, അവളുടെ അവിഹിതം ഒളിപ്പിക്കുന്നതിനാ. നീ കാശുണ്ടായിക്കൊണ്ട് നടന്നോടാ. അവള് വല്ലവന്റെ കൊടുക്കും. ഷൈനി! 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 തുടക്കം മുതൽക്കേ നിന്നിലെ ഭയം ഞാൻ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ബാങ്കിലെ ക്രമക്കേടിൻ്റെ പുകമറയിൽ ഞാൻ അല്പം വഴിതെറ്റിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഞാൻ നിന്നിലേക്ക് എത്തിയേനെ. ഞാൻ കണ്ടെത്തിയ കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുന്നതോടെ എൻ്റെ റോള് കഴിഞ്ഞു. ബാക്കിയൊക്കെ കോടതിയും നിയമവും തീരുമാനിക്കട്ടെ. ഇത്തരമൊരു സാഹചര്യത്തിൽ മാനസികമായി ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. നത്തിങ് പേഴ്സണൽ. സത്യം തേടുകയാണ് എൻ്റെ ധർമ്മം. ഷൈനിയുടെ മൊബൈൽ കിട്ടി. അതിൽ നിങ്ങൾ ഭയക്കുന്ന പോലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല. ഷി വാസ് ബ്ലഫിംഗ്. There's a dark wave lingering around here, hiding in the shadows all the while.